ഇന്ന് പറയുന്നത് വളരെ സരസമായ ഒരു കാര്യമാണ്. സരസമെന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ സരസൻ സംഭവം എന്ന് പറയുന്നൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നു. ചവറ സരസൻ സംഭവം 1980കളുടെ തുടക്കത്തിലാണ് ഇതുണ്ടായത്. അന്ന് RSPയിലെ തൊഴിലാളി യൂണിയനായ UTUCയിലെ ഒരംഗമായിരുന്നു ചവറ സരസൻ. കക്ഷി ഇന്ത്യൻ റെയർ എർത്ത്സിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് സരസനെ കാണാതെ പോയി. പ്രതിപക്ഷം ഇതെല്ലാം മുതലെടുത്തു. ബേബി ജോണാണ് ഇതിൻ്റെ പിന്നിൽ എന്നവർ പ്രചരിപ്പിച്ചു. അറിയാലോ, നീണ്ടകരയിലെ വലിയ ഫിഷിംഗ് മുതലാളിയായിരുന്നു ബേബി ജോൺ. ബേബി ജോൺ ബോട്ടിൽ കൊണ്ടുപോയി വെട്ടിനുറുക്കി കടലിൽ തള്ളി എന്നായിരുന്നു പ്രധാന ആരോപണം. അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ചവറയിൽ നിന്ന് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ബേബി ജോൺ ആ വർഷം ജയിച്ചത് 621 വോട്ടുകൾക്കാണ്. അത്രയേറെ ഈ സംഭവം ബേബി ജോണിൻ്റെ ജീവിതത്തെ ബാധിച്ചു. സംഭവമെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഈ വാട്സാപ്പും ഫേസ്ബുക്കും മൊബൈലും ഒന്നും ഇല്ലല്ലോ. സരസൻ ശരിക്കും എന്തോ കുടുംബ പ്രശ്നം കാരണം ഒന്ന് പുറപ്പെട്ടു പോയതാണ്. അദ്ദേഹം ചെന്നൈയിലോ കർണാടകത്തിലോ ഒക്കെ പോയി അവിടെ നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും അറിയാതെ സരസൻ തിരിച്ചെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ സരസമായ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാത്ത ഒരു സംഭവം വലിയ സംഭവമായി മാറിയത്.